ഹായ് എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാനിലോട്ട് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 സെക്കൻഡോളം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. കളറൊന്ന് ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സവാളയുടെ കളറൊന്നും തീരെ ചേഞ്ചായി കിട്ടിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ വേണം നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല വലിയ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കറിയാം തക്കാളിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കൂടുതൽ ഈ സമയത്ത് ചേർക്കണ്ട കേട്ടോ, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കണ്ടോ നല്ല പോലെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒത്തിരി മസാലയൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടുള്ള ഒരു മസാല മാത്രമാണ് ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് വരിക കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളിലൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ക്യാപ്സിക്കം ഒരു നീളത്തിലരിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്ത് ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് സവാള കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് ചില്ലി സോസ് ഒരു 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറച്ചൊന്ന് ആദ്യം ചേർക്കുമ്പോൾ ഒന്ന് കൂട്ടി കൊടുത്താലും മതി. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പൊറോട്ടയാണ്. അപ്പോൾ നമുക്ക് ഏത് പൊറോട്ട വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ പൊറോട്ടയുടെ പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ അതായാലും എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഒത്തിരി വലിയ പീസ് വേണ്ട, കുറച്ച് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മസാല നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഈ മസാല ഒന്നുകൂടെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊറോട്ടയിലൊക്കെ നല്ല പോലെ ഒന്ന് പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊറോട്ടയുടെ പീസസ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നമ്മുടെ മസാല കുറച്ച് ലൂസായിട്ട് ഇരിക്കുമ്പോഴാണ് ശരിക്കും ആ പൊറോട്ടയിലൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ഡ്രൈ മസാലയാണെങ്കിൽ പൊറോട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം.
അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സോസസിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ട്, പൊറോട്ടയിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പായതുകൊണ്ട് നമ്മളിവിടെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ സൂപ്പർ ചില്ലി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മളോട് അഭിപ്രായം പറയണം കേട്ടോ. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവോള കട്ട് ചെയ്തിട്ടും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിച്ച് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് നമ്മളോട് അഭിപ്രായം പറയണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. താങ്ക് യു.